മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ്, അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant, Anjal. Contact 0475 227 332 9947 03 5040. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. യെസ്മാർട്ടിൽ വന്നാ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. യെസ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. CITU ലോഡിംഗ് തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയ സംഭവം ബാങ്ക് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപണം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CITU ലോഡിംഗ് തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയ സംഭവം ബാങ്ക് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപണം. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ശുദ്ധീകരിച്ച വെള്ളം പൊട്ടിയൊഴുകുന്നു. അഞ്ചൽ പനയഞ്ചേരി കോളറ പാലത്തിന് സമീപത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. ദുരിതത്തിൽ പ്രദേശവാസികൾ. വിശ്വകർമ്മ സഭകളുടെ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷിപഞ്ചമി ആഘോഷങ്ങൾ സെപ്റ്റംബർ 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന് മുൻപേ പണിമുടക്കി കൊട്ടാരക്കര MLA അനുവദിച്ച സ്കൂൾ ബസ് മണിക്കൂറുകളോളം കൊട്ടാരക്കരയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. അഞ്ചലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി നിർവഹിച്ചു. കാഴ്ചക്കുറവുള്ള ആദിവാസി വൃദ്ധൻ കിണറ്റിൽ വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. CITU ലോഡിംഗ് തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയ സംഭവം ബാങ്ക് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപണം. സർവീസ് സഹകരണ ബാങ്കിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച പുലർച്ചെ ലോറികൾ കൊണ്ടുവന്ന ലോക്കൽ ലോഡിംഗുകാരെ അറിയിക്കാതെ കരാറുകാർ സ്വന്തമായി ഇറക്കിയ സംഭവത്തിൽ CITU ലോഡിംഗ് തൊഴിലാളികൾ
28,000 രൂപ നോക്കുകൂലി വാങ്ങിയ സംഭവം ബാങ്ക് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. CITU തൊഴിലാളികളുടെ ടേൺ ദിവസമായ തിങ്കൾ പുലർച്ചെയാണ് സംഭവം. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ശുദ്ധീകരിച്ച വെള്ളം പൊട്ടിയൊഴുകുന്നു. സംസ്ഥാന ജലസേചന മന്ത്രി PJ ജോസഫ് നാടിന് സമർപ്പിച്ച കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ വിതരണ പൈപ്പ് പൊട്ടിയൊഴുകുന്നത് പതിവ് കാഴ്ചയാവുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള പദ്ധതിയുടെ നിർമ്മാണത്തിലെ പിഴവുകളാണ് ദിനംപ്രതി ശുചീകരിച്ച കുടിവെള്ളം വിവിധ ഇടങ്ങളിലായി പൈപ്പ് പൊട്ടി ഒഴുകുവാൻ കാരണമായിരിക്കുന്നത്. ഒപ്പം അപ്പോൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പരിഹരിക്കുവാൻ ജീവനക്കാർ എത്താത്തതും കുടിവെള്ളം ദിവസങ്ങളോളം ഒഴുകിപ്പോകുന്നതിന് കാരണമായിട്ടുണ്ട്. നിലവിൽ പദ്ധതിയുടെ നടത്തിപ്പ് വാട്ടർ അതോറിറ്റിയുടെ കടക്കൽ ഡിവിഷന്റെ പരിധിയിലാണ്. കുടിവെള്ള പദ്ധതിയുമായുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് പോലും നിർദ്ദിഷ്ട ഉപഭോക്താക്കൾ കടക്കലിലെ ഓഫീസിൽ നേരിട്ടെത്തി പരിഹാരം കാണേണ്ട ഗതികേടിലാണ്. മടത്തറ മേലേമുക്കിലുള്ള ജലസേചന വകുപ്പിന്റെ ഓഫീസ് മുഖേന വാട്ടർ കണക്ഷൻ പോലും ജനങ്ങൾ കടക്കലിൽ എത്തേണ്ട സ്ഥിതിയാണ്. ഇവയ്ക്ക് എളുപ്പമാർഗമെന്ന നിലയിൽ ജലസേചന വകുപ്പിന്റെ ലൈസൻസ് പമ്പ്ലർമാർ മുഖേന ബന്ധപ്പെട്ട ഓഫീസുകളിൽ നടപടികൾ നീക്കാനും എന്നാൽ ഇവരുടെ സേവനത്തിന് അവർ ആവശ്യപ്പെട്ട തുക നൽകുവാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ ഇവരുടെ സേവനം ഉറപ്പാക്കാനാവൂ. നിലവിലെ സ്ഥിതി പുതിയ വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. പുതിയ വാട്ടർ കണക്ഷനുമേൽ വൻ തുകയാണ് ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. ഉദ്ഘാടനത്തിന് മുന്നേ പണിമുടക്കി കൊട്ടാരക്കര MLA അനുവദിച്ച സ്കൂൾ ബസ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കൊട്ടാരക്കര MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുട്ടറ ഗവൺമെന്റ് ഹൈസ്കൂളിന് 17 ലക്ഷം രൂപ അനുവദിച്ചു വാങ്ങിയ ബസ്സാണ് ഡീസൽ തീർന്ന വഴിമുടക്കിയത്. ഉദ്ഘാടന വേദിയായ കൊട്ടാരക്കര ബോയ്സ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ ഡീസൽ തീർന്ന ബസ് പകുതി ഭാഗം റോഡിലും പകുതി ഭാഗം ഗ്രൗണ്ടിലുമായി നിൽക്കുകയായിരുന്നു. ഡീസൽ നിറച്ച ശേഷം ബസ് മുന്നോട്ടെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നത് മണിക്കൂറുകളോളം കൊട്ടാരക്കര വെളിയം പാതയിലേക്ക് ഗതാഗതക്കുരുക്കിന് കാരണമായി. തുടർന്ന് കൊട്ടാരക്കര പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ഗതാഗതം തിരിച്ചുപിടിക്കുകയായിരുന്നു. ബസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് റോഡിലേക്ക് മാറ്റിയത് സംഭവം വളരെ ഖേദകരമായി പോയി എന്ന ഉദ്ഘാടക കൂടിയായ കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശി
പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. അഞ്ചലിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ലളിതാഭായ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ലളിതാഭായ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മുതിർന്നവരുടെയും വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഒരു നല്ല അവരുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സെമിനാറുകൾ വളരെയേറെ പ്രയോജനം ചെയ്യും. അപ്പം ഇവിടെ ഒരു ഉദ്ഘാടനത്തിൻ്റെ പ്രസക്തിയല്ല, മറിച്ച് ഈ ലഹരി ബന്ധത്തിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് വളരെ പ്രാധാന്യമുള്ളത്. അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും അത് നമ്മുടെ ഭാവി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സമൂഹ ജീവിതത്തിലും മറ്റ് വ്യക്തികൾക്കും കൂടി ഇത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഞ്ചൽ എസ് ഐ സതീഷ് കുമാർ, ASI വേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ എ സക്കീർ ഹുസൈൻ, ബദറുദ്ദീൻ എന്നിവർ ക്യാമ്പിൽ പ്രസംഗിച്ചു. അഞ്ചൽ പനയഞ്ചേരി കോൾറ പാലത്തിന് സമീപത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. ദുരിതത്തിൽ പ്രദേശവാസികൾ. അഞ്ചൽ പനയഞ്ചേരി കോൾറ പാലത്തിന് സമീപത്തും തോട്ടിലും രാത്രി സമയങ്ങളിൽ കോഴി വേസ്റ്റ് ചാക്കിലും കവറിലുമാക്കി കൊണ്ട് തള്ളുന്നതായി പരാതി. ഇതുമൂലം കാൽനടയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കച്ചവടക്കാര് ഇവിടുത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇടുക. ഇത് മൊത്തത്തിൽ ഇതിലെ ആൾക്ക് നടക്കാൻ ഒക്കാത്ത രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇത് പഞ്ചായത്തുകാരും നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. ജനങ്ങൾ പരാതിപ്പെട്ടാലൊന്നും യാതൊരു നടപടിയില്ല. അത് വേണ്ടുന്ന നടപടികൾ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കും. നാട്ടുകാർ അഞ്ചൽ പോലീസ്, പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അഞ്ചൽ ടൗണിൽ പ്രവർത്തിക്കുന്ന കോഴിക്കടകൾ രാത്രി അടച്ച ശേഷം ബൈക്കിലും ഓട്ടോറിക്ഷയിലുമായി എത്തിയാണ് കോഴി വേസ്റ്റ് ഇവിടെ കളയുന്നത്. നാട്ടുകാർ ഇനി ഉറക്കമൊഴിച്ച് കാത്തുനിന്നാണ് ഇങ്ങനെ വരുന്നവരെ പിടികൂടാനാണ് തീരുമാനം. കാഴ്ചക്കുറവുള്ള ആദിവാസി വൃദ്ധൻ കിണറ്റിൽ വീണ് മരിച്ചു. കുളത്തൂപ്പുഴയിലാണ് സംഭവം. കുളത്തൂപ്പുഴ വില്ലുമല ആദിവാസി കോളനിയിൽ മകളുടെ വീട്ടുമുറ്റത്തെ ചുറ്റിക്കെട്ടില്ലാത്ത കിണറ്റിൽ നിന്നും ഇന്ന് രാവിലെ കാഴ്ചക്കുറവുള്ള ആദിവാസി വൃദ്ധൻ ശങ്കുണ്ണി കാൽവഴുതി വീണ് മരിക്കുകയായിരുന്നു. വില്ലുമല ആദിവാസി കോളനിയിൽ പേടുമൂട്ടിൽ വീട്ടിൽ രാമത്തെ മകൾ രാധയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു പിതാവ് ശങ്കുണ്ണി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് താമസിക്കുവാനായി എത്തിയത്. കടയ്ക്കൽ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി മൃതശരീരം പുറത്തെടുത്ത കുളത്തൂപ്പുഴ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ തുടർ നടപടികളായി അയച്ചു. ഭാര്യ പരാതിയായ പൊന്നമ്മ, മകൾ ശാന്ത. വിശ്വകർമ്മ സഭകളുടെ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഋഷിപഞ്ചമി ആഘോഷങ്ങൾ സെപ്റ്റംബർ 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഖില കേരള വിശ്വകർമ്മ സഭ, AKVMS, VAYF, KAMS എന്നീ പോഷക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഋഷിപഞ്ചമി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 18 പരിപാടികൾ നടക്കുക. വിശ്വകർമ്മരുടെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള ശോഭയാത്രയോടെയാണ് പരിപാടികൾ നടക്കുക.
പരബ്രഹ്മത്തിൻ്റെ അദൃശ്യമായിരിക്കുന്നതായ പരബ്രഹ്മത്തിൻ്റെ ദൃശ്യരൂപമായ വിരാട് സ്വരൂപം. ആ വിശ്വകർമാവിൻ്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന് ഉണ്ടായതായ മഹർഷിമാർ, 5 മഹർഷിമാർ. ആ മഹർഷിമാർക്ക്, അതായത് സനകൻ, സനാതനൻ, അഭുവനസൻ, പ്രശ്നസൻ, സുവർണസൻ എന്ന് പറയുന്നതായ മഹർഷിമാർക്ക് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ത്രിമൂർത്തികളെ സൃഷ്ടിച്ചതിന് ശേഷം ഈ ആളുകൾക്കെല്ലാം വെവ്വേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ ചെയ്യണം, പൂജാവികർമ്മങ്ങൾ, അതേപോലെ യജ്ഞങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പഠിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് അരുളി ചെയ്തതിനു ശേഷം അപ്രത്യക്ഷമായി വിശ്വകർമ്മദേവൻ. ആ വിശ്വകർമ്മദേവന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചതായ ആളുകൾ ഈ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കെ തന്നെ അവർക്ക് വീണ്ടും വിശ്വകർമ്മദേവനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുകയും ഇവരെല്ലാം കൂടെ ത്രിമൂർത്തികളെ സമീപിക്കുകയും അങ്ങനെ ത്രിമൂർത്തികളുടെയും എല്ലാം ഉപദേശപ്രകാരം അവർ ഭാദ്രമാസത്തിലെ പഞ്ചമി നാളിലെ അവർ വിശ്വകർമ്മദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ആ വിശ്വകർമ്മദേവൻ ഇവരുടെ സ്തുതിയിൽ സന്തുഷ്ടനായിട്ട് പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്ത ദിവസമാണ് ഋഷി പഞ്ചമി. പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്ര ഹെഡ് ഓഫീസിന് മുന്നിൽ സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. AKYMS, VAYF, KAMSന്റെ വിവിധ നേതാക്കൾ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊട്ടാരക്കര പ്ലസ് ക്ലബിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം പ്രസിഡന്റ് R. ഷാജി, സെക്രട്ടറി K. ഷാജി, രക്ഷാധികാരികളായ മൂന്നാർ ഗോപാലകൃഷ്ണൻ, V. ബാലകൃഷ്ണൻ, പ്രേം കമ്മിറ്റി പ്രസിഡന്റ് S. സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CITU ലോഡിംഗ് തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയ സംഭവം ബാങ്ക് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപണം. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ശുദ്ധീകരിച്ച വെള്ളം പൊട്ടിയൊഴുകുന്നു. അഞ്ചൽ പനയഞ്ചേരി കോളറ പാലത്തിന് സമീപത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. ദുരിതത്തിൽ പ്രദേശവാസികൾ. വിശ്വകർമ്മ സഭകളുടെ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷിപഞ്ചമി ആഘോഷങ്ങൾ സെപ്റ്റംബർ 18 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന് മുൻപേ പണിമുടക്കി കൊട്ടാരക്കര MLA അനുവദിച്ച സ്കൂൾ ബസ് മണിക്കൂറുകളോളം കൊട്ടാരക്കരയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. അഞ്ചലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി നിർവഹിച്ചു. കാഴ്ചക്കുറവുള്ള ആദിവാസി വൃദ്ധൻ കിണറ്റിൽ വീണ് മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.